കഴിഞ്ഞ ദിവസം കൗതുകകരമായ ഒരു ദൃശ്യം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വല്ലാണ്ട് പ്രചരിച്ചിരുന്നു. സംഭവം നടക്കുന്നത് അങ്ങ് അബുദാബിയിലാണ്. അബുദാബിയിലെ വിമാനത്താവളത്തിൽ ഒരു സ്വകാര്യ ജെറ്റ് വിമാനം വന്നിറങ്ങുന്നു. അതിൽ നിന്ന് പരമ്പരാഗത ആഫ്രിക്കൻ വേഷമൊക്കെ ധരിച്ച് ഒരാൾ ഇറങ്ങുന്നു. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ആൾ. അയാൾ എസ്വത്തിനി എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ രാജാവാണ്. ഒരു രാജാവ് എന്നിറങ്ങുന്നതിൽ വലിയ കൗതുക കാഴ്ചയൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നവരെ കണ്ടാണ് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് 15 ഭാര്യമാർ, പിന്നെ 30ഓളം മക്കൾ, ഇവരുടെ പരിചാരകരായിട്ട് 100 പേര് വേറെയും. അങ്ങനെ ഈ ഒരു വലിയൊരു സംഘമാണ് ഒരു സ്വകാര്യ ജെറ്റ് വിമാനത്തിൽ അവിടെ വന്നിറങ്ങിയത്. അപ്പോൾ ഇത്രയും വലിയൊരു കുടുംബത്തെ നയിക്കുന്ന ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ 15 ഭാര്യമാർ, 30 കുട്ടികൾ, അവരുടെ പരിചാരകർ, ഇതെല്ലാവരും കൂടി വലിയൊരു മേളമായിരുന്നു അവിടെ. അപ്പോൾ ഇവർ വന്നിറങ്ങിയതിനെ തുടർന്ന് അബുദാബി വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം കുറച്ച് നേരത്തേക്ക് ആകെ താളം തെറ്റി. കാര്യം വന്നിരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ നേതാവാണ്. അവിടുത്തെ രാജാവാണെങ്കിലും അദ്ദേഹം തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ അധികാര കേന്ദ്രം. അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രോട്ടോക്കോൾ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. കൂടാതെ ഇത്രയും വലിയ ഒരു സംഘം വന്നേക്കാണ്, എല്ലാം കുടുംബാംഗങ്ങളാണ്, കുട്ടികളൊക്കെ ഉണ്ട്, ഒച്ചയും ബഹളമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അബുദാബി വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം പോലും താളം തെറ്റുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷെ നമ്മൾ കരുതിയത് ഇത് കഴിഞ്ഞ ദിവസവും മറ്റോ ഉണ്ടായ ഒരു സംഭവമാണെന്ന്. പക്ഷേ ഇത് സംഗതി നടന്നത് കഴിഞ്ഞ ജൂലൈയിലാണ്. പക്ഷേ ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴാണ്. ഈ സമൂഹ മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതിൽ കൗതുക കാഴ്ചകൾ കറങ്ങി തിരിഞ്ഞു വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ അത് വൈറലാകാനും കുറച്ചധികം സമയം. വൈറലായി കഴിഞ്ഞാൽ പിന്നെ നാട് മുഴുവൻ ഇത് പാട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദൃശ്യമാണ് വന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായൊരു കൗതുകമാണല്ലോ. കാര്യം ഇത്രയും വലിയ ഒരു കുടുംബത്തെ നയിക്കുന്ന ഒരാൾ, അയാളെ മാത്രം, സംഭവം രാജാവാണെങ്കിലും ആത്യന്തികമായ അയാളൊരു മനുഷ്യനാണല്ലോ. അപ്പോൾ ഇതാണ് ലോകമാധ്യമങ്ങളിൽ ചർച്ചയായത്, സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായത്. ഈ ദൃശ്യങ്ങളുടെ പിന്നാലെ നടന്ന ചർച്ചയിലേറെയും മറ്റേ കുൽസിത കമൻറ്റുകളാണ് വന്നത്. ഇത്രയും വലിയ കുടുംബത്തെ ഇയാൾ എങ്ങനെ നോക്കും, പ്രത്യേകിച്ചും ഇവരുടെ കിടപ്പറ ഏത് രീതിയിലായിരിക്കും, ഈ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമോ. ഒരു സിനിമയിൽ നമ്മുടെ ഹരിശ്രീ അശോകൻ ഒരു കുട്ടികളെ യൂണിഫോം ഇടിയിപ്പിച്ച് നടത്തുന്ന ഒരു രംഗമുണ്ടല്ലോ, പുലിവാൽ കല്യാണത്തിനാണെന്ന് തോന്നുന്നു. കുട്ടികളുടെ എണ്ണം എടുത്തിട്ട് എണ്ണം തെറ്റിപ്പോകുന്നത്. അപ്പോൾ ഈ മീമുകളൊക്കെ ഇട്ടാണ് ആളുകൾ ആ ഒരു വാർത്തയെ ആഘോഷിച്ചത്. പിന്നെ പഞ്ചാബി ഹൗസിൽ ഇതേ ഹരിശ്രീ അശോകൻ പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊരു ജില്ലയായിട്ട് പ്രഖ്യാപിച്ചുകൂടെ. അപ്പോൾ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രചരിച്ചിരുന്നു. അപ്പോൾ ഏതാണ് ഈ എസ്വത്തിനി എന്ന് പറയുന്ന രാജ്യം, അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ വന്നു. ഇത്ര വലിയ ഒരു കുടുംബത്തെ നയിക്കാനും മാത്രമുള്ള സാമ്പത്തിക അവസ്ഥ ഇദ്ദേഹത്തിനുണ്ട്. അതും ഒരു സ്വകാര്യ ജെറ്റ് വിമാനത്തിലാണ്. നമ്മളൊക്കെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകണമെങ്കിൽ സ്വന്തമായി കാറുള്ളവർ കാറെടുത്ത് പോകും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ ബസ്സിലൊക്കെ പോകും. അതാണ് നമ്മുടെ നാട്ടു രീതി. പക്ഷേ ഇവിടെ ഒരു പ്രൈവറ്റ് ജെറ്റ് തന്നെ സ്വന്തം കുടുംബത്തെ കൊണ്ട് നടക്കാനായിട്ടൊരു രാജാവ് നടക്കുന്നു. ഇതിനും മാത്രം സമ്പന്നമാണോ അയാൾ എന്നുള്ളതായിരുന്നു ചോദ്യം. എന്നാൽ വസ്തുതകളൊക്കെ കേട്ടാൽ നമ്മൾ വീണ്ടും ഞെട്ടും. കാര്യം ഈ എസ്വത്തിനി എന്ന് പറയുന്ന ഈ ഒരു രാജ്യം, അത് ആഫ്രിക്കയിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നാണ്. വലിയ സാമ്പത്തികമായി മെച്ചമുള്ള രാജ്യമൊന്നുമല്ല. അതായത് രാജാവ് സകലമാന സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ നിത്യവൃത്തിക്ക് വേണ്ടി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ രാജാവ് അയാളുടെ രാജ്യത്തെ പട്ടിണി പാവങ്ങളെ മറന്നുകൊണ്ട് വലിയൊരു ആഡംബര ജീവിതം നയിക്കുന്ന ഒരാളാണ്. അയാൾ ഒരു ഏകാധിപതി കൂടിയാണ്. ആ നാട്ടിൽ വെള്ളമോ വൈദ്യുതിയോ മര്യാദക്ക് കിട്ടുന്നില്ല എന്നൊരു വസ്തുതയുണ്ട്. പിന്നെ നേരത്തെ ചോദിച്ചതുപോലെ ഈ പറയുന്ന ഒരു പ്രൈവറ്റ് ജെറ്റൊക്കെ ഇയാൾക്ക് വാങ്ങി കൊണ്ടു നടക്കാനും മാത്രമുള്ള വരുമാനം ഇയാൾക്കുണ്ടോ, അല്ലെങ്കിൽ അതിനും മാത്രം സമ്പന്നമാണോ ഇയാൾ ഭരിക്കുന്ന രാജ്യം എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത്. അപ്പോൾ ഇതെന്താണ് ഈ രാജ്യം എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. കാരണം ഈ പറയുന്ന രാജ്യം ഈ തെക്കൻ ആഫ്രിക്കയിലെ ഒരു ഏറ്റവും ചെറിയ ഒരു രാജ്യമാണ്. അവിടെ ഈ 18ാം നൂറ്റാണ്ടിലാണ് അവിടെ ഈ രാജഭരണം നിലവിൽ വന്നത്. അതിനു മുൻപ് പല പല ഗോത്രങ്ങളായിട്ട് പിരിഞ്ഞ് കഴിഞ്ഞിരുന്നവർ പിന്നെ അവിടെ ഒരു പ്രബല ഗോത്രം മറ്റു ഗോത്രങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തി അതിൻ്റെ അധികാര സ്ഥാനത്തേക്ക് വന്നു. ആ അധികാര സ്ഥാനത്തേക്ക് വന്നയാളുടെ പേരാണ് നഗ്വാനെ 3 എന്ന് പറയുന്ന ഒരു രാജാവ്. 1818 നൂറ്റാണ്ടിലാണ് ഇവർ വന്നത്. പിന്നെ 1820 1868 കാലയളവിൽ രാജാവായ സ്വാതി മൂന്നാമൻ എന്ന് പറയുന്ന ഒരു രാജാവ് നിലവിൽ വന്നു. അപ്പോൾ സ്വാതി മൂന്നാമൻ എന്ന് പറയുന്ന ആളുടെ പേരിന് പ്രസക്തിയുണ്ട്, അത് പിന്നീട് പറയാം. അപ്പോൾ ഇയാളുടെ കാലത്തിന് ശേഷം അവിടെ ബ്രിട്ടീഷ് ആധിപത്യം വന്നു. ബ്രിട്ടീഷുകാർ അവിടെ വന്ന് അവിടെ കോളനി സ്ഥാപിച്ചു, അവരുടെ കീഴിലായി കാര്യങ്ങൾ. അതിനുശേഷം 1968 ആ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചു. അതിനുശേഷം ആ രാജ്യത്തിൻ്റെ അന്ന് അറിയപ്പെട്ട പേര് കിങ്ഡം ഓഫ് സ്വാസിലാൻഡ് എന്നുള്ളതാണ്. കാര്യം ഈ സ്വാസിലാൻഡ് എന്ന് പറയാൻ കാര്യം അവരെ ഉപയോഗിക്കുന്ന ഭാഷയുടെ പേര് ഈ സ്വാസി ഭാഷയാണ്.
അങ്ങനെ ആ രാജ്യം അറിയപ്പെട്ടത് സ്വാസിലാൻഡ് എന്ന പേരിലാണ്. പിന്നീട് ആ രാജ്യം 2018 അവർ ഈ പറയുന്ന പോലെ എംസ്വാത്തി എന്ന് പറയുന്ന ഒരു എസ്വത്തിനി എന്ന് പറയുന്ന ഒരു രാജ്യമായി മാറി. കാരണം ഈ പേര് അല്ലെങ്കിൽ ഈ സ്വാസി എന്ന് പറയുന്ന ഭാഷയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ രാജാവുണ്ടല്ലോ 1820 1868 അവിടെ ഭരിച്ച എംസ്വാത്തി മൂന്നാമൻ, അയാളുടെ പേരിൽ നിന്ന് കടം കൊണ്ടാണ് അവരുടെ ഭാഷയും അവരുടെ രാജ്യത്തിൻ്റെയും പേര് വന്നേക്കുന്നത്. ഇപ്പോൾ അവിടെ ഈ ഭരിക്കുന്ന രാജാവിൻ്റെ പേര് എംസ്വാത്തി മൂന്നാമൻ എന്നാണ്. അയാള് 1986 അവിടെ അധികാരത്തിൽ വന്ന ഒരാളാണ്. അതിനുശേഷം തുടർച്ചയായിട്ട് അവിടെ ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് അവിടെ ഭരണം നടക്കുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് കരുതും ഈ രാജാവ് അയാളുടെ മന്ത്രിസഭ മന്ത്രി വിദൂഷകൻ ഇതൊക്കെ പറയുന്ന രീതിയിലാണ് അവിടെ ഭരണം എന്ന് കരുതിയാൽ അങ്ങനെയല്ല. അവിടെ ജനാധിപത്യ രീതിയിൽ 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഈ അമേരിക്കൻ മോഡലിൽ അവിടെ ഒരു ഹൗസ് ഓഫ് അസംബ്ലിയും സെനറ്റും ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവരൊക്കെ ഈ രാജാവിൻ്റെ ആജ്ഞാനുവർത്തികൾ മാത്രമാണ്, അവർക്ക് വലിയ അധികാരമൊന്നുമില്ല. അവസാന വാക്ക് അപ്പോഴും ഈ രാജാവ് തന്നെയാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ രാജാവ് ഒരു സ്വകാര്യ ജെറ്റിലൊക്കെ നടക്കുന്നു, ഇത്രയും വലിയ ഒരു കുടുംബത്തെ നയിക്കുന്നു. അതെങ്ങനെ വന്നു? ഈ 15 ഭാര്യമാരൊക്കെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ രസകരമായ മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഈ എംസ്വാത്തി മൂന്നാമൻ, ഇയാളുടെ അച്ഛൻ, അയാളുടെ പിതാവ് സോബുസ എന്നാണ്. അദ്ദേഹത്തിന് 125 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ മകൻ ഇത്തിരി മാന്യനാണ്. 15 പേരെ ആയിട്ടുള്ളൂ, അതിൽ 30 കുട്ടികളുമായിട്ടുണ്ട്. ഇനി എങ്ങനെ ഈ ഭാര്യമാർ വരുന്നു എന്നുള്ളത്, കാര്യം ഇവരുടെ രാജ്യത്ത് ഈ ഡിസംബർ ജനുവരി മാസത്തിൽ ഒരു ഉത്സവം നടക്കും. ആ ഉത്സവത്തിൽ അവരുടെ ഗോത്ര വർഗ ആചാര പ്രകാരമുള്ള നൃത്തം, അതിൻ്റെ പേര് റീഡ് ഡാൻസ് എന്നാണ്. അപ്പോൾ ആ നൃത്തത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന നർത്തക ആരാണോ അവരെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് ഈ രാജാവിൻ്റെ പ്രധാന പരിപാടി. അപ്പോൾ ഇയാൾ 86 അധികാരമേറ്റിട്ട് ഏതാണ്ട് 15 ഭാര്യമാരെ ഇതിനോടകം കിട്ടി. അപ്പോൾ എത്ര നൃത്തം ഇനി അരങ്ങേറുന്നു അത്രയും ഭാര്യമാർ അയാളുടെ ജീവിതകാലത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി ഈ രാജ്യത്തിൻ്റെ നിലവിലെ അവസ്ഥ ലോകബാങ്ക് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകബാങ്കിൻ്റെ കണക്ക് പ്രകാരം അവിടെ തൊഴിലില്ലായ്മ 23% 2021 അത് 33% വർദ്ധിച്ചു എന്നുള്ളതാണ്. ഒരു വർഷം കൊണ്ട് അതായത് ഏതാണ്ട് പകുതിയോളം അടുത്ത് രാജ്യത്തുള്ള ജനസംഖ്യയിൽ പകുതിയോളം അടുത്ത ആളുകൾ തൊഴിലില്ലായ്മ പ്രശ്നമുള്ള ഒരു കൂട്ടരാണ്. അതേപോലെ അവിടെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. വിദ്യാഭ്യാസ മേഖല അങ്ങനെ ഉയർന്ന ഉന്നത വിദ്യാഭ്യാസം നേടാനായിട്ടുള്ള സംവിധാനങ്ങൾ പരിമിതമാണ്. ആകെ അവർക്ക് മെച്ചമുള്ളത് അവർക്ക് ഈ കൃഷിയും പിന്നെ നിർമ്മാണ മേഖലയും കുറച്ച് സാധ്യതകളുണ്ട്. അവിടെയാണ് ആ രാജ്യം വരുമാനം കണ്ടെത്തുന്നത്. പക്ഷേ ആ വരുമാനം കണ്ടെത്തുന്ന നിർമ്മാണ മേഖല ആയിക്കോട്ടെ, ടൂറിസം ആയിക്കോട്ടെ, കൃഷി ആയിക്കോട്ടെ, ടെലികമ്മ്യൂണിക്കേഷൻ, ഫോറസ്ട്രി തുടങ്ങിയ മേഖലയിലെല്ലാം ഈ രാജാവിന് നിക്ഷേപമുണ്ട്. അതായത് ഈ രാജാവ് തന്നെ നടത്തുന്ന കമ്പനികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവൻ ഇയാൾ എടുത്തുകൊണ്ട് പോയാണ് ഇത്രയും വലിയ കുടുംബത്തെ പോറ്റുന്നതും ആ കുടുംബത്തെ കൊണ്ടു നടക്കാൻ സ്വകാര്യ ജെറ്റുമായിട്ടൊക്കെ നടക്കുന്നത്. ഇനി ഈ രാജാവിന് 15 ഭാര്യമാർ ഉണ്ടെങ്കിൽ അയാളുടെ പിതാവിന് 125 ഭാര്യമാർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. വേറൊരു കണക്കൂടി കേട്ടാൽ ഞെട്ടും. കാര്യം ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എയ്ഡ്സ് വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ എംസ്വാത്തി എന്ന് പറയുന്നത്. അവിടെ ഏതാണ്ട് പ്രായപൂർത്തിയായവരിൽ 28% പേർ HIV പോസിറ്റീവ് ആണ് എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. അതുകൂടാതെ ക്ഷയരോഗവും വല്ലാത്ത രീതിയിൽ പടർന്നു പിടിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അവരുടെ ശരാശരി ആയുർദൈർഘ്യം കണക്കാക്കുന്ന 58 വയസ്സ്. സ്വാഭാവികമാണ്, ഇത്രയും വലിയ രോഗവ്യാപനം ഉള്ള ഒരു സ്ഥലത്ത് 58 വയസ്സ് വരെ അല്ലെങ്കിൽ 60-70 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുക വളരെ ശ്രമകരമായ ദൗത്യമാണ്. പിന്നെ മറ്റൊരു സംഗതി കൂടിയുണ്ട്, അവിടെ മൊത്തം ജനസംഖ്യയിൽ 35% എന്ന് പറയുന്നത് 14 വയസ്സിൽ താഴെയുള്ളവരാണ്. അപ്പോൾ ഇത്രയും വലിയ ഗുരുതര സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഒരു രാജാവ് 15 ഭാര്യമാരും 30 കുട്ടികളും ഇനി ആ അംഗസംഖ്യ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ജെറ്റിൽ ഒതുങ്ങുന്നു. കുറെ കൂടി കഴിഞ്ഞാൽ ഈ രാജാവ് ഇനിയും വലിയ നൃത്യങ്ങളിൽ പങ്കെടുക്കുമോ, അതൊക്കെ കണ്ട് രസിക്കുമോ, വീണ്ടും അയാളുടെ കുടുംബം വലുതാക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയണം. ഏതായാലും ഒരു ആഫ്രിക്കൻ രാജ്യം അവരവരുടെ ഈ പറയുന്ന ഈ ഭാര്യമാരെ സ്വന്താക്കുക, ഡാൻസ് കളിക്കുക, ഡാൻസിൽ പങ്കെടുക്കുന്നവരെ സ്വന്തമാക്കുക, ഇതവരുടെ ഗോത്ര ആചാരത്തിന്റെ ഭാഗം കൂടിയാണ്. അല്ലാണ്ട് അയാൾ ഇതിൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, അതുകൂടി മനസ്സിലാക്കി വെക്കണം. ഏതായാലും എംസ്വാത്തി എന്ന് പറയുന്ന രാജ്യത്തെ എന്താണെന്ന് മനസ്സിലാക്കാനും ഈ രാജാവിൻ്റെ ചില ഇത്തരം വേലത്തരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ആ ഒരു വൈറൽ വീഡിയോ കാരണമായി എന്നുള്ളതാണ് വസ്തുത.